നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, എന്താ ഇതാണോ തിരയുന്നത്? എനിക്കറിയായിരുന്നു താനിത് അടിച്ചു മാറ്റാൻ വരുമെന്ന്. അതുകൊണ്ടാ ഞാനിത് അപ്പൊ തന്നെ വിരലിലിട്ടത്. നിങ്ങൾ പറഞ്ഞ ശരിയാ, അടിച്ചു മാറ്റാൻ തന്നെയാ ഞാൻ വന്നത്. നിങ്ങൾ വന്നതോടുകൂടി എന്റെ മനസ്സമാധാനം കംപ്ലീറ്റ് പോയി. നിങ്ങൾക്കറിയോ ആ ഹിറ്റ്ലറിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഹരിപ്രിയ, എത്രയും വേഗം ഇവിടെ നിന്ന് പോണം. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ കാരണം ഓരോ നിമിഷവും എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടുവോ എന്ന് ചിന്തിച്ച് ഞാൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. എന്റെ ജീവനാ ഹിറ്റ്ലർ. നിങ്ങൾ പോണം, തിരിച്ചു പോയേ പറ്റൂ. പ്ലീസ്, ഇതെന്റെ അപേക്ഷയാണ്. എനിക്ക് നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. പക്ഷേ എനിക്കിപ്പോ തിരിച്ചു പോവാൻ പറ്റില്ല ജ്യോതി. അതെന്താ? എന്തുകൊണ്ട് പറ്റില്ല? നിന്നോട് അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നിന്റെ ജീവിതം തകർക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പിന്നെ എന്തുകൊണ്ടാ? അതെന്താ നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരു കാര്യം? ദേ, നിങ്ങളുടെ ഈ രൂപസാദൃശ്യ ഹിറ്റ്ലറിന്റെ പ്രശ്നം. ഹരിപ്രിയ, നിനക്കും എനിക്കും ഇടയില് പാവ ഹിറ്റ്ലർ വല്ലാണ്ടങ്ങ് വീർപ്പുമുട്ടുവാ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂന്ന്. ഇല്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. നിസ്സഹായാണ് ഞാൻ. ജ്യോതിയെ വേദനിപ്പിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ DK വിട്ട് എങ്ങോട്ടും പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല. അമ്മ, എത്രയും വേഗം ആ ഹരിപ്രിയെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോവും. അവൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ലെന്നാ പറയുന്നത്. അത് നിനക്കെന്താ കുഴപ്പം? കുഴപ്പം എനിക്കല്ല, എന്റെ ഭർത്താവിനാ. ഭർത്താവിന് കുഴപ്പം വന്നാ അത് ഭാര്യയ്ക്കും കൂടി കുഴപ്പമല്ലേ അമ്മ? അതുകൊണ്ട് അമ്മ ഇന്ന് തന്നെ അവളോട് ഇവിടുന്ന് പോവാൻ പറയണം. ആഹാ, മതി മതി മതി, നിന്റെ അഭിനയൊക്കെ നിർത്ത്. ആ, ഇതിനേക്കാൾ ഭേദം ആ ഹരിപ്രിയെ കൊണ്ട് തന്നെ അവനെ കെട്ടിക്കുന്നതായിരുന്നു. ഓ, അത് ശരി. അപ്പൊ അതായിരുന്നു മനസ്സിലിരിപ്പല്ലേ? ഇപ്പോഴത്തെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. പണ്ട് ഞാൻ ആലോചിച്ച കാര്യാ പറഞ്ഞത്. അപ്പോഴല്ലേ നീ ഇടയ്ക്ക് കയറി വന്നേ. പഴയ ഉദ്ദേശം ഇപ്പോഴേ മനസ്സിലുണ്ടോ? എന്റെ മനസ്സിലില്ല, പക്ഷേ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാണും. അതുകൊണ്ടാണല്ലോ അവള് പറഞ്ഞത് ഇനിയിപ്പൊ എങ്ങോട്ടും തിരിച്ചു പോകുന്നില്ലാന്ന്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടല്ലോ, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സമ്മതിക്കില്ല. ഞാൻ ചത്താലും സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ഹരിപ്രിയ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ചിലപ്പോ ഞാനൊരു കൊലപാതകയായി പോകും. കണ്ണ, അവളെ കില്ലർ ജ്യോതി ആക്കോ എന്റെ കണ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.